ഹലോ ഗായ്സ്, ഇത് നിങ്ങളുടെ സ്വന്തം മെഡിക്കക്കാരൻ ബിജു എന്ന വ്ളോഗിലേക്ക് സ്വാഗതം. ഞാനിന്ന് കട്ടപ്പന വരെ പോയി. അപ്പോൾ ഇന്ന് നമ്മുടെ മന്ത്ലി ബഡ്ജറ്റൊക്കെ തയ്യാറാക്കിയിട്ടേ അത് വീട്ടിലേക്കുള്ള ഗ്രോസറീസൊക്കെ മേടിക്കാനായിട്ട് പോയതാണ്. അപ്പോൾ റിലയൻസ് മാർട്ട് ഉണ്ടല്ലോ കട്ടപ്പന, അവിടെ പോയപ്പോൾ അവിടെ നിന്ന് മേടിക്കുക. സാധാരണ 2 വർഷമായിട്ട് അവിടെ നിന്നാണ് മേടിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ ഈ ചെറിയ ഷോപ്പുകൾ, അത് ഇവിടെ നിന്ന് നമ്മൾ ലോക്കൽ ഷോപ്പിൽ നിന്ന് മേടിക്കും സാധനങ്ങൾ. അതുപോലെ അങ്ങനെ മേടിക്കുമ്പോൾ ഒരു ഗുണമെന്ന് വെച്ചാൽ 10 പ്രാവശ്യം നമ്മൾ പോകും മാസം. ഇപ്പം നമ്മുടെ പെട്രോളിൻ്റെ കാശ് ഒന്ന് ആലോചിക്കുക. ഇപ്പം ഞാനിപ്പം മന്ത്ലി ബഡ്ജറ്റ് റെഡി ആക്കിയിട്ട് ഒരു മാസത്തിലൊന്ന് പോയി റിലയൻസ് മാർട്ടിൽ നിന്ന് മേടിക്കും. കാരണം വളരെ പ്രോഫിറ്റാണ് അത് എന്ന് പറഞ്ഞാൽ. ഞാൻ റിലയൻസ് അംബാനിക്ക് പ്രൊമോഷൻ ഉണ്ടാക്കുകയല്ല കേട്ടോ, പുള്ളിയെ പ്രൊമോട്ട് ചെയ്യല്ല ഒരിക്കലും. അങ്ങനെ നിങ്ങൾ ധരിക്കരുത്. പക്ഷേ എനിക്ക് ഫീലായ കാര്യം, അതായത് എനിക്ക് ഇതിനകത്ത് നിന്ന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ട്. കാരണം ഇന്നൊരു ഉദാഹരണം പറഞ്ഞു. ഞാനൊരു ബാറ്ററി, അതായത് നമ്മൾ പെൻസിൽ സെൽ മേടിക്കില്ലേ, നമ്മൾ TV റിമോട്ടൊക്കെ ഇടുന്നു, അതിന് ഒരു സെല്ലിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 20 രൂപയാണ്. അതായത് ഈ ഷോപ്പിൽ, റിലയൻസിൻ്റെ ഈ ഷോപ്പ് മാറ്റി കിട്ടുന്ന വില നമുക്ക് 17 രൂപ. അപ്പോൾ 10 ഞാൻ മേടിച്ചപ്പോൾ 30 രൂപ നമുക്ക് പ്രോഫിറ്റ്. അല്ലാതെ പിന്നെ പോയിൻറ്റ്സ് ആഡ് ഓൺ ആകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് പർച്ചേസിന് വരുമ്പോൾ നമുക്കത് റീഇംബേഴ്സ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനമാണ്. അങ്ങനെ ഓരോ സംവിധാനങ്ങളും. അപ്പോൾ ഇതൊന്നും ആർക്കും അറിയാൻ മേലാത്ത സംഭവമല്ല കേട്ടോ, ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കാരണം പ്രത്യേകിച്ച് നമ്മൾ സിറ്റികളിലൊക്കെ താമസിക്കുന്നിടത്ത് ഈ ഫെസിലിറ്റി ഉണ്ട്. പക്ഷേ ഞങ്ങളെപ്പോലെ ഇങ്ങനെ റിമോട്ട് പ്ലേസിൽ താമസിക്കുന്ന ആൾക്കാർക്ക് ഇങ്ങനെയുള്ള ഫെസിലിറ്റി കുറവാണ്. അത് തന്നെയല്ല, ഇവിടെയുള്ള ആൾക്കാരാണെങ്കിലും നമ്മൾ ഇപ്പോൾ ചെറിയ ഷോപ്പുകളിൽ ഞാൻ പറഞ്ഞു ഒരിക്കലും ചെറിയ ഷോപ്പുകൾ നടത്തുന്നതിനെതിരല്ല കേട്ടോ. പക്ഷേ നമുക്ക് 5 പൈസ പ്രോഫിറ്റ് എവിടെ കിട്ടുന്നോ അവിടെ മേടിക്കുക എന്നുള്ളതാണ് എൻ്റെ പോളിസി. ഇപ്പം എല്ലാവരും അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ഞാനങ്ങനെ ഇന്നത്തെ പർച്ചേസ് ഞാൻ തുടങ്ങി. ആദ്യം ബാസ്മതി റൈസൊക്കെ മേടിച്ചു. ബാസ്മതി റൈസ് എന്ന് പറയുമ്പോൾ ഞാൻ നോർത്തിലായിരുന്നു കുറേ വർഷങ്ങളെ, ഒരു 10-12 വർഷത്തോളം. അപ്പം നമുക്ക് നോർത്ത് ടേസ്റ്റാണ് കൂടുതൽ. ഞാനങ്ങനെ റൈസ് വളരെ കുറവാണ് കഴിക്കുക. അപ്പം ബാസ്മതി റൈസ്, ആട്ട, ഇതൊക്കെയാണ് ആണോ. അതായത് നമുക്ക് ഈ പറയുന്ന പോലെ ക്ലോത്തിങ്സ്, ചപ്പൽ, പിന്നെ അങ്ങനെ മീറ്റ്, അങ്ങനെയുള്ള അല്ലാത്തതെല്ലാം തന്നെ ഇവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ മറ്റുള്ള ഇപ്പം നമ്മൾ കൊച്ചിയിലൊക്കെ ആണെങ്കിൽ വലിയ ഇതിലെല്ലാം തന്നെ കിട്ടും, എല്ലാം കിട്ടും. പക്ഷേ ഇവിടെ നമുക്ക് ആ ഫെസിലിറ്റി ഇല്ലാത്തതുകൊണ്ട് എനിവേ വീട്ടിലുള്ള നമുക്ക് ഗ്രോസറി ഐറ്റംസ് എല്ലാം തന്നെ 100% കിട്ടുന്നുണ്ട്. ഇപ്പോൾ കേരള ഗവൺമെൻറ്, അത് കേന്ദ്ര ഗവൺമെൻറ് തരുന്ന റൈസില്ലേ, അത് റൈസോ, ആ റൈസ് ഇവിടെ അവൈലബിൾ ആണ്. അതിന് 38 രൂപയാണെന്ന് തോന്നുന്നു kg നമുക്ക് കിട്ടുന്നത്. പിന്നെ അങ്ങനെയുള്ള നേരത്തെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് ഇങ്ങനെയുള്ള ഷോപ്പുകളൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മുടെ പോക്കറ്റ് കാലിയാവുമെന്നൊരു ചിന്തയായിരുന്നു കേട്ടോ. കാരണം അതിൽ നിന്നൊക്കെ ഇപ്പോൾ ഒത്തിരി മാറി ചിന്തിക്കാൻ തുടങ്ങി അല്ലേ ജനം. ഇതിപ്പം ഡിസംബറായി, ക്രിസ്മസൊക്കെ ആയതുകൊണ്ട് മന്ത് എൻഡുമാണ്. അപ്പം ഞാനതങ്ങനെ വീട്ടിൽപ്പെട്ട സാധനങ്ങളെല്ലാം തന്നെ ഒരുവിധം തിങ്സുകളെല്ലാം തന്നെ പർച്ചേസ് ചെയ്തു. എൻ്റെ മോനാണ് ക്യാമറാമാനെ, മൂത്തമോൻ മനു. അവന് എറണാകുളത്ത് പഠിക്കുകയായിരുന്നു. അതായത് BCom കഴിഞ്ഞിട്ട് CMA എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ കോഴ്സ് ചെയ്യുമായിരുന്നു. അപ്പം അത് കഴിഞ്ഞിട്ട് അത് ചെയ്ത് അവനിപ്പം കോഴ്സ് കഴിഞ്ഞു. ഇനി എക്സാം പ്രിപ്പറേഷനാണ്, 6 മാസമുണ്ട്. ഒരു കേക്ക് മേടിച്ചു. ഒരു കേക്ക് എടുത്തപ്പോൾ ഒരു കേക്ക് ഫ്രീ. 180 രൂപീസായിരുന്നു ഒരു കേക്കിൻ്റെ വാല്യൂ, ½ kg. ഫ്രൂട്ട്സിൻ്റെ ക്വാളിറ്റി, ഫ്രൂട്ട്സ് പിന്നെ കുഴപ്പമില്ല. പക്ഷേ വെജിറ്റബിൾസിൻ്റെ ക്വാളിറ്റി അത്രയും പോരാ.
അതുകൊണ്ട് വെജിറ്റബിൾസ് ഞാൻ പുറത്തുനിന്ന് മേടിക്കാമെന്ന് വെച്ചു. കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നല്ലതായിരുന്നു. ഇപ്പം ഇച്ചിരി പഴകി എന്ന് എനിക്ക് തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ അവൈലബിളാണ് എല്ലാം. അങ്ങനെ ഇതെല്ലാം ബിസ്ക്കറ്റ് ഐറ്റംസ്. അപ്പം ബിസ്ക്കറ്റ് മേടിക്കാമെന്ന് പറഞ്ഞപ്പം പിന്നെ മോൻ പറഞ്ഞു, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പം നമുക്ക് നൂഡിൽസ് മേടിച്ചേക്കാം. അങ്ങനെ നൂഡിൽസ് എടുത്തു 3-4 പാക്കറ്റ്. 3 പാക്കറ്റ് എടുത്തു. അങ്ങനെ ഫൈനലി ഞങ്ങൾ ബില്ലിങ്ങിലേക്ക് പോവുകയാണ്. ഏകദേശം 5000 രൂപയോളം ചിലവായി. ഫ്രൂട്ട്സ് മേടിക്കാൻ നോക്കി. അപ്പോൾ നമുക്ക് വേണ്ടത് ഗ്രേപ്സ് ആയിരുന്നു. അപ്പോൾ ക്രിസ്മസൊക്കെ അല്ലേ, അപ്പോൾ വൈഫ് പറഞ്ഞു വൈൻ ഉണ്ടാക്കിയേക്കുന്നത്. അപ്പം അതിനു വേണ്ടി നോക്കിയപ്പം ഗ്രേപ്സ് ഇല്ല, ബാക്കിയെല്ലാം മറ്റുള്ള ഫ്രൂട്ട്സ് എല്ലാം ഉണ്ട്. അപ്പോൾ അതും പുറത്തുനിന്ന് നമുക്ക് വാങ്ങണം. അങ്ങനെ പർച്ചേസിങ് കഴിഞ്ഞു. ഞങ്ങൾ തിങ്സുകളെല്ലാം വണ്ടിയിലേക്ക് വെച്ച് ഗൈസ് ഞങ്ങൾ ഫ്രൂട്ട്സ് കടയുടെ മുമ്പിലെത്തി. എനിവേ നമ്മൾ പിന്നെ 3 കിലോ വാങ്ങി. $100 കിലോ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് ഗൈസ്. അപ്പം എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് വിഷസ്. താങ്ക് യു വൺസ് അഗൈൻ. താങ്ക് യു സോ മച്ച്.